ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലീനിങ്, DC array ഇൻസ്പെക്ഷൻസ്, പ്രിക്കോഷൻ വൈൽ ക്ലീനിങ് എന്നിവ ഉൾപ്പെടെ സോളാർ പാനൽ മെയിൻ്റനൻസ് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സോളാർ ഫോട്ടോവോൾട്ടിക് പാനലുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയും. ആവശ്യമുള്ള ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടെയ്നർ, ക്ലീൻ വാട്ടർ, വൈപ്പർ, ക്ലീനിങ് ഫ്ലൂയിഡ്. ഇനി സോളാർ ഫോട്ടോവോൾട്ടിക് പാനൽസ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മാനുവലായി ഫസ്റ്റ് സോളാർ ഫോട്ടോവോൾട്ടിക് അറേ ക്ലീൻ ചെയ്യണം. സോളാർ പാനലിന്റെ മേലെ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പാടില്ല. കാരണം നമ്മൾ വെറും കൈകൊണ്ട് തൊട്ടാൽ പോലും ഫോട്ടോവോൾട്ടിക് സെല്ലിന്റെ ഇന്റേണൽ ഡാമേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരു വിധത്തിലുള്ള പൊടികളോ ഫിസിക്കൽ കണ്ടാമിനൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. ഡി അയനൈസ്ഡ് വാട്ടർ പ്രിഫർ ചെയ്യണം. വെള്ളത്തിലുള്ള മിനറൽ കോണ്ടന്റ് 200 ppm കൂടുതലാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ക്ലീനിങ് ഏജന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മൈൽഡ്, നോൺ കോസ്റ്റിക് ആൻഡ് നോൺ അബ്രസീവ് ഡിറ്റർജന്റ് ആയിട്ട് ഉപയോഗിക്കാം. നോർമൽ ക്ലീനിങ് ചെയ്യാൻ പൊടിപടലങ്ങൾ കാണാതിരുന്നാൽ അപ്പോൾ നമുക്ക് ക്ലീനിങ് വാട്ടർ അല്ലെങ്കിൽ തിൻലി ഡൈല്യൂട്ടഡ് ക്ലീനിങ് ഏജന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പൊടി അല്ലെങ്കിൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ക്ലീനിങ് ഏജന്റും കൂടുതലായിട്ട് ഉപയോഗിക്കണം. സർഫേസിൽ ആ മിക്സ് ഇട്ട് കുറച്ചുനേരം സൂര്യവെളിച്ചത്തിൽ വെച്ച് ശേഷം വൈപ്പർ ഉപയോഗിച്ച് ജെന്റിലായിട്ട് ബ്രഷ് ചെയ്യാവുന്നതാണ്. മൊഡ്യൂൾസിന്റെ റിവേഴ്സ് സൈഡിൽ ബ്രഷോ ക്ലീനോ ചെയ്യാൻ പാടില്ല. എന്നാലേ ലീഡ് വയർസിലോ അല്ലെങ്കിൽ ജംഗ്ഷൻ ബോക്സിലോ ഡാമേജസ് ഉണ്ടാകാതെ ഇരിക്കൂ. ഒപ്പം സ്റ്റെബോൺ മാർക്സ് ആയിട്ടുള്ള ബേർഡ് ഡ്രോപ്പിംഗ്സ്, ഇൻസെക്ട്സ്, ഡേർട്ട് തുടങ്ങിയവയെല്ലാം റിമൂവ് ചെയ്യാൻ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച്, ഫൈബർ ക്ലോത്ത് അല്ലെങ്കിൽ നോൺ അബ്രസീവ് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ മൊഡ്യൂൾസിന്റെ മേലെ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പാടുള്ളതല്ല. സോളാർ പാനൽ സർഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മെറ്റൽ ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി DC array ഇൻസ്പെക്ഷൻ നോക്കാം. DC array ഇൻസ്പെക്ഷനിൽ മോഡൽ കണ്ടീഷൻ, മൊഡ്യൂൾ ക്ലീനിങ്, ഡാമേജ് ഓഫ് മൊഡ്യൂൾ, ഡേർട്ട് അക്യുമുലേഷൻ തുടങ്ങിയ പല ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അറേ സബ്സെറ്റിന്റെ ടോപ്പ് ക്ലാസ് ഇൻസ്പെക്ട് ചെയ്യുക. ബാക്ക് ഷീറ്റ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പോർട്സോ ഡിസ്കോളറേഷൻ കാരണമുണ്ടായ ബ്ലിസ്റ്റേഴ്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള വയർ കണ്ടീഷനും സൈസിങ്ങും ഉണ്ടായിരിക്കണം. അറേ വയറിംഗ് എക്സ്റ്റൻഷനിലുള്ള കണക്ടേഴ്സ് ചെക്ക് ചെയ്യണം. മൊഡ്യൂൾ ആൻഡ് അറേ ജംഗ്ഷൻ ബോക്സസ് ഇൻസ്പെക്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് വയർ മാനേജ്മെന്റ് പിന്നെ സീലൻസ് എല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്യണം. മോഡ്യൂൾ ക്ലാമ്പിംഗ് മെത്തഡോളജി ഇൻസ്പെക്ട് ചെയ്യണം. ഫാസ്റ്റനേഴ്സ് എന്തെങ്കിലും ലൂസ് ആയിട്ടാണുള്ളതെങ്കിൽ അത് സെക്യൂർ ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്യണം. അറേയുടെ ബിൽഡപ്പിൽ താഴെ വല്ല വേസ്റ്റും ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം. അറേ വിഷ്വലായിട്ട് ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ, ഡാമേജ് ആയിട്ടുണ്ടോ, മൊഡ്യൂൾ ലൂസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ലൂസ് റാക്കിംഗ് ഹാർഡ്വെയർ, വയറിംഗ് ആൻഡ് MC4 കണക്ടേഴ്സ് തുടങ്ങി എല്ലാം തന്നെ ചെക്ക് ചെയ്യണം. എല്ലാ DC ഡിസ്കണക്ഷൻസ് ആൻഡ് കമ്പൈനേഴ്സും വിഷ്വലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൊറോഷൻ, ബ്ലൗൺ ഫ്യൂസസ്, മോയ്സ്ചർ എൻട്രി, ഹീറ്റ് ഡിസ്റ്റോർഷൻ, ഇൻസെക്ട് ഓർ റോഡന്റ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്രെയിംസ് ആൻഡ് റാക്കിംഗ് സ്ട്രക്ചറിന്റെ നടുവിലുള്ള ഗ്രൗണ്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. എർത്തിങ്സിന് കൊടുത്തിട്ടുള്ള കേബിളിന്റെ കണ്ടിന്യൂറ്റിയും ചെക്ക് ചെയ്യേണ്ടതാണ്. റീക്യാപ്പ്: ഈ സെഷനിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നോക്കാം. എങ്ങനെയാണ് സോളാർ ഫോട്ടോവോൾട്ടിക് പാനലുകളുടെ അറ്റകുറ്റപ്പണി നടത്തുക എന്ന് പഠിച്ചു. ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.